ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. മുന്നോട്ട് നടയാനേ നടക്കാനേ ഈ ആനയ്ക്ക് ഒട്ടും സ്പീഡില്ല കുഞ്ഞമ്മേ. മോളെ ഇതേ ഒരു പാവാനയാണ്. ഇത്രയും ഭാരം ചുമന്നും ശീലമില്ല. ഇങ്ങനെ പണിയെടുപ്പിച്ചാണ്ടല്ലോ ഈ ആന ചരിഞ്ഞു പോവും. ശരിയാതൊന്നും പാടില്ല. നേരെ നടക്കണം. നടക്കാനേ 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 വേഗം നടക്ക്. വേഗം നടക്ക് അമ്മേ. അമ്മേ അമ്മ എന്തിനാ കരയുന്നേ? ഒന്നുമില്ല മോളെ. ചേച്ചി പേടിക്കണ്ട, മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇവളെ മൂന്നിന് എവിടുന്ന കിട്ടിയത്? കോടതിന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോ ജിക്കെയാ ഇവളവിടെ എത്തിച്ചത്. ഞാൻ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. CPO ജാനകി വന്നില്ലേ? ജാനകിക്ക് എന്നെ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ഫോണിൽ കുറെ തവണ മാപ്പ് ചോദിച്ച് മെസ്സേജ് അയച്ചു. മോളെ ഗുണ്ടകളുടെ മുന്നിൽ ഒറ്റയ്ക്കാക്കിയിട്ട് ഓടിക്കളയാൻ അവർക്ക് എങ്ങനെ തോന്നി? ഇവരെയൊക്കെ എന്തിനാ ചേച്ചി പോലീസായിട്ട് തുടരാൻ സമ്മതിക്കുന്നേ? പിരിച്ചു വിട്ടൂടെ? അവരെ കുറ്റം പറയണ്ട. പണ്ട് ഞാനും ജാനകി പോലെ പേടിച്ചോടിയിട്ടുണ്ട്. ഒരാൾ അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോ ചേച്ചി ഒരിക്കലും ഓടിയിട്ടില്ല. സ്വന്തം ജീവന് വില കൊടുക്കാതെ അവരെ രക്ഷിക്കാനേ ചേച്ചി ശ്രമിച്ചിട്ടുള്ളൂ. അല്ല, എവിടെ ജാനകി വേണം? രക്ഷപ്പെട്ട് ഓടിയതിനു ശേഷം എന്നെ ജാനകി വിളിച്ചിരുന്നു. മോൾ എവിടെ വെച്ചാണ് ആക്രമിക്കപ്പെട്ടെന്ന് കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്തു. ഞാനും ഫോഴ്സും അവിടെ എത്തിയപ്പോ ആരെയും കണ്ടില്ല. ഞാൻ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് അറിയിക്കാൻ തുടങ്ങിയപ്പോഴാ മൂന്ന് വിളിച്ച് മോളെ കിട്ടിയ വിവരം പറഞ്ഞത്. അത് കേട്ട ഉടനെ നേരെ ഇങ്ങോട്ടേക്ക് പായുമായിരുന്നു. അമ്മ എന്തിനാ പേടിക്കുന്നേ? ഞാനേ കമ്മീഷണർ മഞ്ജുവിന്റെ മകളല്ലേ. അവന്മാരെയൊക്കെ നേരിടാൻ ഞാൻ ധാരാളമാണ്. ഞാൻ എന്റെ മസില് കാണിച്ചപ്പോഴത്തേക്കും അവന്മാരെ പേടിച്ച് ഓടിക്കളഞ്ഞു. മോൾ എന്താ ഡ്രസ്സ് മാറ്റാത്തെ? ചെന്ന് ഡ്രസ്സ് മാറിയിട്ട് വാ. ഇത് ചെയ്യിച്ചതാരാണെന്ന് വല്ല തുമ്പും കിട്ടിയോ? ഇല്ല. വക്കീൽ എന്തായി ചോദിക്കുന്നേ? ഇത് ചെയ്തത് ഗോപാലനാണെന്ന് ആർക്ക് വേണമെങ്കിലും മനസ്സിലാവില്ലേ? ഒരു കുഞ്ഞിനെ ഉപദ്രവിക്കാനും മാത്രം ദുഷ്ടതരം വേറെ ആരെ കാണിക്കുക? ഗോപാലിന്റെ ഒരു സ്പിരിറ്റ് വണ്ടി പേപ്പേഴ്സ് ഇല്ലാത്തതിനാൽ ഞാൻ പിടിച്ചെടുത്തിരുന്നു. അത് ഇറക്കാൻ വന്ന അയാളെ നന്നായിട്ട് അപമാനിച്ചു വിടുകയും ചെയ്തു. അതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി അയാളും ശാലിനിയും കൂടി ചെയ്തതായിരിക്കും. ചേച്ചിയോട് നേരിട്ട് മുട്ടാനുള്ള ധൈര്യമൊന്നും അവർക്കുണ്ടാവില്ല. അതായിരിക്കും മോളെ ലക്ഷ്യം വെച്ചത്. എടോ, വെറുതെ ഊഹിച്ചിട്ടൊന്നും കാര്യമില്ല. അത് തെളിയിക്കാൻ കൂടി നമുക്ക് പറ്റണം. ഇല്ലെങ്കിലേ അവര് വീണ്ടും രക്ഷപ്പെടും. ഇങ്ങനെ എപ്പോഴും രക്ഷപ്പെടുന്നോണ്ടാ അവർക്ക് ധൈര്യം കൂടുന്ന തന്നെ. അന്വേഷണം തുടങ്ങാൻ ഞാൻ അരവിന്ദാക്ഷൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അത് തീരുന്നവരെ കാത്തു നിൽക്കാൻ നഗരം ഭരിക്കുന്ന കമ്മീഷണർ മഞ്ജുവിന് കഴിഞ്ഞെന്ന് വരും. പക്ഷേ ഒരു അമ്മയായ മഞ്ജുവിന് അതിന് കഴിയില്ല. മഞ്ജു, താൻ എടുത്തേടി ഓരോന്നും ചെയ്യരുത്. നമ്മൾ രണ്ടുപേരുവേ ഇപ്പൊ ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരാ. നമ്മൾ തന്നെ നിയമം കയ്യിലെടുത്താൽ അത് ജനങ്ങൾക്ക് നല്ലൊരു മാതൃകയൊന്നും ആവില്ല. നാളെ മഹിമ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ മൂന്നൻ ഇങ്ങനെ തന്നെ പ്രതികരിക്കോ? വക്കീൽ എപ്പോഴും നിയമം പറഞ്ഞ് നിൽക്കുമല്ലേ ഉള്ളൂ. ഏയ്, ഞാൻ അത്ര കിലോ വലൊന്നുമല്ല. ഞാനേ അവന്മാരെ കാല് തല്ലി പിടിക്കും. എന്റെ അടുത്ത കളി. അത് തന്നെയാണ് ശരി. നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കുന്നു എന്നറിഞ്ഞാലേ ഇവരൊക്കെ അടങ്ങും.
എന്റെ സ്വന്തം മോളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനെങ്ങനെയാ ഈ നഗരത്തിന് സംരക്ഷണം നൽകുക? എന്തായാലും കൊടുക്കാൻ പോകുന്ന സ്ഥിതിക്ക് നല്ല കാനത്തിൽ തന്നെ കൊടുത്തിട്ടങ്ങ് വന്നാൽ മതി. അവരൊക്കെ നമ്മുടെ കുടുംബത്തിന് നേരെ നോക്കാൻ പോലും പേടിക്കണം. എന്റെ മോളെ തൊട്ടാ പൊള്ളൂന്ന് ഗോപാലിനും മകളും അറിയണം. അത് ഞാൻ അറിയിക്കും. മഞ്ജുവിനോട് ഒരു പ്രശ്നത്തിന് പോരുന്നത് ഞാൻ നിന്നോട് പ്രത്യേകം പറഞ്ഞതല്ലേ? തോന്നിവാസം കാണിക്കാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നേ? ആകെയുള്ളൊരു മോളായതുകൊണ്ട് ഞാനൊന്നും ചെയ്യില്ലെന്ന് കരുതിയോ? അതൊക്കെ വെറുതെയാ. കച്ചവടത്തെ ബാധിക്കുമെന്ന് കണ്ട സ്വന്തം ചോരയെന്ന് പോലും ഞാൻ നോക്കൂല, അങ്ങ് തീർത്തുകളയും. ഞാൻ നമ്മുടെ ബിസിനസിന് വേണ്ടി തന്നെ ഇതെല്ലാം ചെയ്തത്. എങ്ങനെയെങ്കിലും മഞ്ജു പിടിച്ചെടുത്ത വണ്ടി സ്ഥലത്ത് എത്തിച്ചില്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റേഴ്സിനിടയിലുള്ള വില പോകും. പ്രതീക്ഷയെ തട്ടിക്കൊണ്ടുപോയി മഞ്ജുവിനെ കൊണ്ട് ആ വണ്ടി വിടിയിപ്പിക്കാനായിരുന്നു എന്റെ പ്ലാൻ. അടിപൊളി പ്ലാൻ. തട്ടിക്കൊണ്ട് പോകുമ്പോ കമ്മീഷണറുടെ മകളെ തന്നെ തട്ടിക്കൊണ്ട് പോണം. അതാവുമ്പോ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ പോലീസിന് ഒരു പ്രത്യേക ശുഷ്കാന്തിയായിരിക്കും. ഇത്രയും റിസ്ക് എടുത്ത് ആ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകാൻ തീരുമാനിച്ചെങ്കിൽ അത് പണി അറിയാവുന്ന ആരെങ്കിലും ഏൽപ്പിക്കണ്ടേ? അവന്മാര് ഗിരിയുടെ നിഴല് കണ്ടപ്പോ തന്നെ പേടിച്ചോടി. അവന്മാരിത്രയും പേടിത്തൊണ്ടന്മാരായിരുന്നെന്ന് ഞാൻ അറിഞ്ഞോ? അതെ, അറിയണം. ഇത്രയും വലിയൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോ അത് ഏൽപ്പിക്കുന്നവന്മാരുടെ കഴിവും കഴിവുകേടും മനസ്സിലാക്കണം. നീ കാണിച്ചു കൂട്ടിയതുകൊണ്ട് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവാൻ ഇപ്പൊ പോകുന്നെ. ഞാനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് ഞാൻ നേരിട്ടോളാം. നീ ഒറ്റയ്ക്കല്ല എല്ലാം നേരിടാൻ പോകുന്നത്. ഞങ്ങൾക്ക് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ നീ ആരാ? എടാ, കൂടുതൽ ഷോ കാണിക്കല്ലേ. എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലും ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോവില്ലായിരുന്നോ? ഞാൻ ആ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകണമെന്ന് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ നല്ല ഭംഗിയായിട്ട് അത് ചെയ്തേനെ. ഞാൻ പ്രതീക്ഷയെ ഒരാളറിയാതെ തട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. മഞ്ജുവിനെ കൊണ്ട് വേണ്ടതെല്ലാം ചെയ്യിച്ചു കഴിഞ്ഞിട്ട് അവളെ റോട്ടിൽ വലിച്ചെറിയുകയും ചെയ്യും. ഞാൻ പറയുന്നത് കേക്ക്. നിനക്ക് പറയാനുള്ളതല്ല ഞാൻ കേട്ടാ. ഇനി നീ ഒന്നും പറയണ്ട. ഞാൻ പറയുന്നത് കേക്ക്. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവനതൊക്കെ വെറുതെ പറഞ്ഞതാ. നീ ഒന്ന് ക്ഷമിക്കണം. എടാ, വെറുതെ അവനെ തല്ലല്ലേ. ഇങ്ങനെ കാര്യം അറിയാത്ത സഞ്ജോട്ടിനെ തല്ലരുത്. എന്റെ മോളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടും ഞാൻ ഇവനെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ?